LDF അനുകൂലിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും യഥാർത്ഥത്തിൽ LDFിൻ്റെ അല്ലെങ്കിൽ സൈബർ സഖാക്കന്മാർ തന്നെയാണോ അല്ലെങ്കിൽ LDFിനെ സ്നേഹിക്കുന്നവർ തന്നെയാണോ എന്ന് ബാക്ക് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ കാണിക്കുന്ന ഓരോ പോസ്റ്റുകളും അവരിടുന്ന ഓരോ പോസ്റ്റുകളും LDFിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു LDF അനുഭവം ഇച്ചിരി ബുദ്ധി വെച്ച് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. VD സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തപ്പം മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയത്. അതുകൊണ്ട് ഇനി ലീഗ് ഭരണമാണ് എന്ന് BJPക്കാർ പറയുന്നതോടൊപ്പം തന്നെ LDFിൻ്റെ അനുഭവികളും പറഞ്ഞിരുന്നു. എന്നിട്ട് LDFിൻ്റെ തന്നെ നേതാക്കന്മാർ വന്ന് അത് തിരുത്തണം, അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അതൊന്ന്. രണ്ടാമത്തേത്, പുള്ളിയുടെ സത്യപ്രതിജ്ഞ സമയത്ത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പുള്ളി പ്രൊണൗൺസ് ചെയ്തു. അവിടെ ഒരു വാൽപ്പേരിൽ മേനോൻ വന്നു, ജാതി വന്നു എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു തരത്തിലുള്ള വർഗീയതയും ഈ ജാതി വിഷേദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ജാതി വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് എന്തിനാണ്? ഈ നമ്മുടെ ഒരു പ്രൂഫ് ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ നെയിം, ഇപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു പ്രൂഫാണ്, ലീഗലായിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇപ്പോൾ നമ്മുടെ പേര് തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ സാധനത്തിന് വാലിഡിറ്റി ഇല്ല. അതുപോലെ തന്നെ പുള്ളിയുടെ അച്ഛൻ്റെ പേര് ദാമോദര മേനോൻ എന്നാണെങ്കിലോ പുള്ളി സബ്മിറ്റ് ചെയ്തുള്ള അഫിഡവിറ്റത്തും ഈ വടശ്ശേരി ദാമോദര മേനോൻ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് മുൻപ് പറഞ്ഞില്ല എന്ന് വെച്ചാൽ പുള്ളി മുൻപ് ഞാൻ വടശ്ശേരി ദാമോദരൻ സതീശനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ന്യൂസിൽ നിങ്ങൾ കാണുന്നതാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ വരുന്ന ആർട്ടിക്കിളാണ് നിങ്ങൾ വായിക്കുന്നത്. അല്ലാണ്ട് സതീശൻ അല്ലാണ്ട് വന്നിട്ട് ഞാൻ മേനോൻ ഇല്ലാണ്ട് വടശ്ശേരി ദാമോദരൻ സതീശനാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ തന്നെ അതൊരു ഫുൾ നെയിം കൊടുക്കേണ്ട സമയം വരുമ്പോഴല്ലേ കൊടുക്കണ്ടു. അത് അയാളുടെ പ്രൂഫിലുള്ളതാണെങ്കിലോ. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതൊക്കെ എന്താ പറഞ്ഞത്? ഇത് എനിക്ക് തോന്നുന്നത് LDFിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ദുരന്തർ ടീംസാണ്, സ്പൈയാണ് LDFിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ കേൾക്കുന്നുണ്ടെന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ആൾക്കാരെ എടുത്ത് വലിച്ചളയാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ കഷ്ടത്തിലേക്കായിരിക്കും നമ്മുടെ അവസ്ഥ.